ഒരു കൂട്ടം ആരാധകർ കാത്തിരുന്നത് PSG തന്നെ ഫൈനലിലേക്ക് എത്തണമെന്നാണ്. മത്സരത്തിലേക്ക് വന്നാൽ ഇന്ന് നമ്മൾ കണ്ടത് PSG ഒരു അപ്രമാദിത്യമാണ്. ഈ ഒരു സീസണിൽ എടുത്തു നോക്കിയാൽ ലൂയിസ് എൻറിക്കയുടെ കീഴിൽ PSG മികച്ച മുന്നേറ്റമാണ് കാഴ്ചവെച്ച് ഈ സെമിയിലും രണ്ടാം സെമിയിലും ക്ലബ് ലോകകപ്പ് രണ്ടാം സെമിയിലും ഇത് തുടരുകയായിരുന്നു. PSG ആദ്യ 24 മിനിറ്റിൽ തന്നെ 3 ഗോളുകൾ അടിച്ച് റയൽ മാഡ്രിഡിനെ ഒരു കുരുക്കിലേക്ക് എത്തിക്കുകയായിരുന്നു. പ്രതിരോധത്തിലെ പിഴവുകൾ മുതലെടുത്ത് റയൽ മാഡ്രിഡിൻ്റെ പ്രതിരോധത്തിലെ പിഴവുകൾ മുതലെടുത്ത് PSG താരങ്ങൾ വലകുലുക്കിയപ്പോൾ എന്നാൽ തിരിച്ച് അടിക്കാൻ വേണ്ടി ചില അവസരങ്ങൾ ലഭിച്ചെങ്കിലും എന്നാൽ PSG പ്രതിരോധ നിര കൃത്യമായി ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് ഇന്ന് PSG ഒരു വലിയൊരു വിജയം നേടാൻ സാധിച്ചത്. കാരണം ഒരു 4-0 എന്ന് പറയുന്നത് ഒരു വലിയ സ്കോറാണ് റയൽ മാഡ്രിഡിനെ പോലെ ഉള്ള ടീമിനെതിരെ. അത് കൂടാതെ നമ്മൾ ഇതിൽ എടുത്തു പറയേണ്ടത് എംബാപ്പെ റയലിൽ കളിക്കുന്നു. കഴിഞ്ഞ വർഷമാണ് റയലിലേക്ക് എംബാപ്പെ എത്തിയത് PSG നിന്ന്. എംബാപ്പയ്ക്ക് ഇത് ഒരു ആവേശം നിറഞ്ഞ പോരാട്ടമാക്കാനുള്ള ഒരു കാര്യം കൂടിയായിരുന്നു ഇന്ന് നമ്മൾ കണ്ടത്. ലൂയിസ് എൻറിക്കയുടെ കീഴിലുള്ള PSG ലക്ഷ്യം 5ാം കിരീടം എന്നതാണ്. ഈ ഒരു ക്ലബ് ലോകകപ്പും കൂടി നേടിയാൽ ഉസ്മാൻ ഡെംബളേക്ക്, അതായത് ബാലൻ ഡിയോറിൽ ഉൾപ്പെടെ ഏറ്റവും ഉയർന്നു കേൾക്കുന്ന ആദ്യ പട്ടികയിലുള്ള പേരാണ് ഉസ്മാൻ ഡെംബളെ. ക്ലബ് ലോകകപ്പ് കൂടി നേടിയാൽ ഉസ്മാൻ ഡെംബളേക്ക് ഏകദേശം ബാലൻ ഡിയോറിൽ ലഭിക്കുമെന്നാണ് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുക. കൂടാതെ നമ്മൾ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ഈ 69% പന്തടക്കം നേടിയത് ഈ PSG താരങ്ങൾ തന്നെയാണ്. റയലിനെ ഏകദേശം എല്ലാ രീതിയിലും തകർത്ത് കൊണ്ടായിരുന്നു ഈ ഒരു മത്സരത്തിലേക്ക് വന്നത്. പിന്നെ കൂടാതെ നമ്മൾ ഇതിൽ എടുത്തു പറയേണ്ടത് ക്രൊയേഷ്യൻ ഇതിഹാസ താരമായ ലൂക്ക മോഡ്രിച്ചിൻ്റെ റയലിനൊപ്പമുള്ള അവസാന മത്സരമായിരുന്നു. ഇതിൽ തോൽവിയോടെ മോഡ്രിച്ച് മടങ്ങി എന്നതും നമ്മൾക്ക് ഇതിൽ എടുത്തു പറയേണ്ടതാണ്. ഫാബിയൻ റൂയിസ് 2 ഗോളുമായി തിളങ്ങിയപ്പോൾ 1 ഗോൾ ഡംബലയും അതേപോലെ തന്നെ ഗോൺസാലോ റാമോസുമാണ് PSG മറ്റൊരു ഗോൾ നേടിയത്. കലാശപ്പോരിലേക്ക് എത്തുമ്പോൾ ചെൽസിയാണ് PSG എതിരാളികൾ. ചെയ്തു.